ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ലൊരു വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ഭയങ്കര ചൂടായിരുന്നു, പക്ഷെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ കാണാൻ. എന്താ കണ്ടോ, സൂര്യനൊക്കെ ഇങ്ങനെ നിന്ന് മേഘങ്ങളൊക്കെ പഞ്ഞി കെട്ട് പോലെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് ഇവിടെ ടെറസിൻ്റെ മുകളിലൊക്കെ നിന്ന് വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. പാടത്തിൻ്റെ സൈഡിലായ കാരണം രാവിലെയും വൈകുന്നേരത്തൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാവും വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിലുള്ള ഒരു അടി കൂടുന്ന മാസ്റ്റർ പീസ് ഐറ്റമാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങളിവിടെ പുളിയർമീൻ കായ എന്നാണ് പറയുക. ഇതിനെ നമ്മൾ മൾബറി എന്നൊക്കെ പറയും. ഇത് രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് ആരാണോ വരുന്നത് അവർക്കായിരിക്കും ഇതിൻ്റെ കാ കിട്ടുക കേട്ടോ. ഇത് കണ്ടു, ഇപ്പോൾ പഴുത്ത് പാകമാവാതായതേ ഉള്ളൂ, മറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഈ കായ ഇരിക്കുന്നത്. കണ്ടിട്ടുണ്ടാവും എല്ലാവരും, ഒരുവിധപ്പെട്ട എല്ലാവരും വീട്ടിലുണ്ടായിരിക്കും. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിപ്പോൾ പഴുത്ത് പാകമാവാറായ കായകളേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അതുമൊന്ന് പൊട്ടിച്ചാണ്. കണ്ടോ, അങ്ങനെ ഭംഗിയില്ലേ കാണാൻ. ഇത് വേറെ നമ്മൾ തോരനൊക്കെ വെക്കുന്ന ഒരു ചീരൻ്റെ വേറൊരു ഐറ്റമാണ് ഈ കാണുന്നത്. ഇതിന് ഇവിടെ നിന്ന് എന്താ ഇംഗ്ലീഷ് മുരിങ്ങ എന്നൊക്കെ പറയുന്നത്. നല്ല ടേസ്റ്റാണ് തോരനൊക്കെ വെച്ച് കഴിക്കാൻ. ഇത് ഞങ്ങളിവിടുത്തെ അടുക്കളയിലെ മാസ്റ്റർ പീസ് ഐറ്റമാണ് കേട്ടോ, ഉമ്മാൻ്റെ ആണേ. പിന്നെ ഈ കാണുന്നതാണ് ചാമ്പക്ക. നോർമൽ ചാമ്പക്കയാണ് എല്ലാവരും വീട്ടിലുള്ളത്. ഇതൊക്കെ ഒരുവിധമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബാക്കി ഇനി ഉണ്ടാവുന്നേ ഉള്ളൂ. കണ്ടോ, ചെറിയ മരമാണ്. പിന്നെ ഈ കാണുന്നതാണ് ലെമൺ, ജ്യൂസ് ലെമൺ ആണ്. ഇത് കായ്ച്ചായിരുന്നു, 3-4 കായ് കായ്ച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉപ്പാൻ്റെയാണ് കേട്ടോ, ചെറിയ മര വെച്ചിട്ട് ഒരു കൊല്ലം ആവുന്നുള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഉറുമാമ്പഴത്തിൻ്റെ തൈ കണ്ടായിരുന്നോ, നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടം അതിൻ്റെ ഇലയൊക്കെ കാണാൻ, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൽ ഉറുമാമ്പഴമൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവാറാവുന്നേ ഉള്ളൂ. പിന്നെയാണ് അടുത്ത ഐറ്റം, കണ്ടോ, മുന്തിരി. ഇതാണ് ഞങ്ങളെ വീട്ടിലെ ഹൈലൈറ്റ്. എല്ലാവരും വന്നാൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇത് നല്ലോണം കായ്ക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം ഇതിനെന്തോ നമ്മൾ ഓരോ വർഷമാകുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ വെട്ടിക്കൊടുത്തിട്ട് ഒരെണ്ണം ഉണ്ടാവുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതായത് കണ്ടോ, ഒരെണ്ണത് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇത് നല്ലോണം കായ്ക്കാറുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള ജ്യൂസ് മുന്തിരിയാണ്, ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ട്. ഇങ്ങനെ കിളിർത്ത് വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ, നിറയെ ഇലകളായിട്ട് നിറയെ കാവരും. മനസ്സിലായോ? അതിൻ്റെ വള്ളിയുണ്ടോ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ പടർത്തിട്ടേക്കുക. മനസ്സിലായോ? ഇങ്ങനെയുള്ളതാണ് മാങ്ങ. ഈ മാങ്ങ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ മാങ്ങ എനിക്ക് പഴുത്തതിനേക്കാളും കൂടുതൽ ഇഷ്ടം പച്ചക്ക് കഴിക്കാനാണ്. ഇതിങ്ങനെ വെറുതെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ തിരുമ്പി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായി ഈ മാങ്ങ. ഇതെന്തോ വെളുത്തമ്മൂവാണ്ടനോ അങ്ങനെ എങ്ങാണ്ടോ ആണ് മാങ്ങ, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഭംഗിയാണ് കാണാൻ. മാങ്ങ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷെ ഇത് ചെറിയ മരമാണ് കേട്ടോ. അതാ കണ്ടോ, കുഞ്ഞു മരമാണ്. ഞങ്ങളെ വീട് ഇരിക്കലിൻ്റെ ആ ടൈമിലുള്ള മരമാണ്. പക്ഷേ നല്ല പ്രായമുണ്ട് മരത്തിന്, പക്ഷെ ചെറിയ മരമാണ്, നല്ലോണം കായ്ക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഈ മാങ്ങ. പിന്നെ പാടമൊക്കെ ആയ കാരണം ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് രാവിലെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര വൈബാണ്. കാറ്റും നല്ല ഇളം കാറ്റും. പിന്നെയുള്ള അടുത്ത മരമാണിത്. അത് നമ്മുടെ ബബിൾസ് നാരങ്ങയല്ലേ, മാതള നാരങ്ങ, അതിൻ്റെ ഒരു ഐറ്റമാണ്. പക്ഷെ അത്ര വലുപ്പമില്ല. അതിൻ്റെ ഏകദേശം ടേസ്റ്റൊക്കെ അതുപോലെ തന്നെയാണ്, പക്ഷെ അത്ര വലിപ്പം ഉണ്ടാകത്തില്ല കേട്ടോ. ഇതൊരുപാട് കാലമായി മരം വെച്ചിട്ട്, കുറേ കഴിഞ്ഞതിന് ശേഷം ഇത് കായിടൽ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇത് നല്ല മധുരം ഉണ്ടാവും, പക്ഷെ വലിയതാവത്തില്ല, ഒരു മീഡിയം സൈസേ ആവത്തുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഇലയുടെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്മെല്ലാണ്, ഭയങ്കര നല്ല സ്മെല്ല് വരുന്നൊരു ഇല അതിന്. പക്ഷെ ഇതിന് പഴവും ടേസ്റ്റ് ഉണ്ട്, പക്ഷെ വലിയ പഴമല്ല. പിന്നെ നമ്മുടെ വീട്ടിൽ സാധാരണ കാണപ്പെടുന്ന ചക്ക, പിന്നെ നമ്മുടെ തേങ്ങയില്ലേ, അങ്ങനത്തെ ഒക്കെ വരുന്ന ഐറ്റംസേ ഉള്ളൂ. പക്ഷേ രാവിലെ പുലർച്ചെ ഇറങ്ങിയുള്ള നടത്താൻ ഭയങ്കര വൈബാണ്. തത്തേൻ്റെയും കുയിലിൻ്റെയും ഒക്കെ ശബ്ദമൊക്കെ കേട്ട് നല്ല രസമാണ്. ഇളം കാറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നടക്കാം. ഇടയ്ക്ക് ഞാൻ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ പാടമുണ്ട്, അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോകും കേട്ടോ രാവിലെ തന്നെ. നല്ല ഭംഗിയാണ് കാണാം. കണ്ടോ, ചേമ്പ്, മുരിങ്ങ, ഇതൊക്കെ കോമൺ ഐറ്റംസേ പിന്നെ ബാക്കിയൊക്കെ വീട്ടിലുള്ളൂ. പക്ഷേ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഓരോ ഇതുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം നമുക്ക് കൊതിയാകുമ്പോൾ എടുത്ത് കഴിക്കാൻ. ചേമ്പാണെങ്കിലും മുരിങ്ങയ്ക്ക ആണെങ്കിലും ഇപ്പോൾ പയറാണെങ്കിലും. ഇതാണ് നമ്മുടെ ആര്യവേപ്പ്, നമ്മുടെ ഔഷധ ഗുണമുള്ളതാണ്. ഇതും ചെറിയ തൈയാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇവിടെയുള്ള എൻ്റെ വീടിൻ്റെ സൈഡിലുള്ള പാടമൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.